കൊടുക്കാൻ എല്ലാം അവൻ താൻ. ചെറുതേലും വലുതിലും മതിയായവൻ നിൻ ജീവൻ പേർക്കാൻ തന്നതിനാ നീ എന്റെ സർവവും എല്ലാറ്റിലും തേനിലും മധുരമാ. യേശു നിരപ്പിന്റെ പ്രവൃത്തിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതിന് സമാനമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അവൻ ചെയ്ത അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യേണ്ടി വരും. അവനത് ചെയ്തത് ക്രൂശിലൂടെ ആണെങ്കിൽ നമ്മളും ചിലപ്പം ക്രൂശിൽ കയറേണ്ടി വരും. അവൻ കഷ്ടം അനുഭവിച്ചെങ്കിൽ നമ്മളും കഷ്ടം അനുഭവിക്കേണ്ടി വരും. അവൻ മരണം വരിച്ചെങ്കിൽ നമ്മളും ചിലപ്പോൾ മരണം വരിക്കേണ്ടി വരും. പക്ഷെ നമുക്ക് വലിയൊരു സന്തോഷമുണ്ട്, ഞാൻ യേശുവിന്റെ പങ്കാളിയാകാൻ പറ്റിയല്ലോ. ഹല്ലേലൂയ. അവന്റെ പങ്കാളിയാകുന്നത്, അവന്റെ ശുശ്രൂഷയിൽ പങ്കാളിയാകുന്നത്, നമുക്കൊക്കെ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ കയറുന്നതാണ്, അല്ലാതെ വേറെ ശുശ്രൂഷയൊന്നും നമുക്ക് അറിയത്തില്ല, അല്ലേ? സ്റ്റേജിൽ കയറുന്നത് മാത്രമേ ശുശ്രൂഷയായിട്ടുള്ളൂ. ഒരു കോർഡ്ലെസ് മൈക്ക് കിട്ടിയാലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, കോർഡ്ലെസ് മൈക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ആരും പ്രസംഗിക്കാതിരിക്കുകയാണോ? D.L. മൂഡി എന്ന് പറയുന്ന മനുഷ്യൻ, നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ മൈക്കുണ്ടായിട്ടാണോ അങ്ങനെ പ്രസംഗിച്ചത്? ആണോ? ഇല്ല. അദ്ദേഹം എത്ര പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് അതിന് കണക്ക് അദ്ദേഹം സൂക്ഷിച്ചില്ല. എത്ര പേര് അദ്ദേഹത്തിന്റെ ഒരിക്കൽ ലണ്ടൻ ക്യാമ്പയിൻ നടത്തി, ഓരോ സ്ഥലത്തൊക്കെ ചെന്ന് 2 വർഷമൊക്കെ ആയി D.L. മൂഡി മീറ്റിംഗ് നടത്തുന്നത്. 2 years. 2 ദിവസത്തെ മീറ്റിംഗ് ആകുമ്പോഴത്തേക്ക് നമ്മളിപ്പോൾ മടുക്കുന്നു. 2 മാസം നമുക്ക് 2 years ഒക്കെയാണ് ഒരു കൺട്രിയിൽ ചെന്നാൽ. ലണ്ടനിൽ അദ്ദേഹം 2 years ഒരു കണ്ടിന്യൂസ് ആയിട്ട് ലണ്ടനിലെ പല കോർണേഴ്സിലായിട്ട് മീറ്റിംഗ് നടത്തി, ലണ്ടൻ ക്യാമ്പയിൻ നടത്തി. അവിടെ എല്ലാം ട്രാക്ട്, എല്ലാ രീതിയിലും ട്രാക്സ് ഒക്കെ ഉണ്ട്, ബുക്സ് ഉണ്ട്, ബൈബിളുണ്ട്. രക്ഷിക്കപ്പെടുന്ന എല്ലാവർക്കും ഒരു ബൈബിൾ അദ്ദേഹം കൊടുത്തിരുന്നു, ന്യൂ ടെസ്റ്റമെന്റ്. അങ്ങനെ ലണ്ടൻ ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ആളുകള്, ഒരു ജേർണലിസ്റ്റുകളെല്ലാം കൂടെ വന്നിട്ട് D.L. മൂഡി ചോദിച്ചു, ഈ ലണ്ടൻ ക്യാമ്പയിനിൽ എത്ര പേര് രക്ഷിക്കപ്പെട്ടു? D.L. മൂഡി പറഞ്ഞു, എനിക്കറിയത്തില്ല, എനിക്കിപ്പോൾ അറിയേണ്ട കാര്യവുമില്ല. കാര്യം ജീവന്റെ പുസ്തകം എന്റെ അല്ലല്ലോ ഇരിക്കുന്നതെന്ന്. ജീവന്റെ പുസ്തകം എന്റെ അല്ല ഇരിക്കുന്നത്. അതൊക്കെ എവിടെ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ, സ്വർഗത്തിൽ ചെല്ലുമ്പോഴേ അറിയത്തുള്ളൂ. D.L. മൂഡിയെ കുറിച്ച് ഞാൻ ബുക്ക് എഴുതിയിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ബയോഗ്രാഫേഴ്സ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, ഹി ഡീപോപ്പുലേറ്റഡ് ഹെൽ ബൈ 2 million. അവൻ നരകത്തിൽ നിന്ന് 20 ലക്ഷം ആളുകളെ ഡീപോപ്പുലേറ്റ് ചെയ്തെന്ന് അവന്റെ ജീവിതത്തിലൂടെ 20 ലക്ഷം ആളുകളെ യേശു കർത്താവിങ്കിലേക്ക് അവൻ തിരിച്ചു എന്ന് അവന്റെ ബയോഗ്രാഫേഴ്സ് പറയുന്നത്. 20 ലക്ഷം. മൈക്കില്ല, വലിയ സിസ്റ്റമില്ല, സൗണ്ട് സിസ്റ്റമില്ല, നത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് ഹി ഡീപോപ്പുലേറ്റഡ് ഹെൽ ബൈ 2 million. കർത്താവ് കരങ്ങളുടെ അടുത്ത് ഉപയോഗിക്കുമ്പോൾ, അവന്റെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കാളിയാകുമ്പോൾ, നമ്മുടെ സൗകര്യങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഒരു വിഷയമല്ല. നമ്മൾ നരകത്തിൽ നിന്ന് ആളുകളെ കയറ്റിവിടുകയാണ്, എക്സ്പോർട്ട് ചെയ്യാണ്, നമ്മൾ അവരെ മാറ്റിക്കളയുകയാണ്, ഡീപോപ്പുലേറ്റ് ചെയ്യുകയാണ്. 2 million, 20 ലക്ഷം. നമ്മൾ ഇത്രയും കാര്യങ്ങൾ നടന്നിട്ട് 20 പേര് രക്ഷിക്കപ്പെടുന്നില്ല. ഐ എം നോട്ട് ജോക്കിംഗ്. അവിടെയാണ് ഈ ടെക്നോളജി വളരുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ രക്ഷിക്കപ്പെടുമെന്നൊക്കെയുള്ള നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കാര്യമായി നിങ്ങളോട് പറയുന്നത്, സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് ഒരു മെഗാ പരിപാടികളല്ല. ഈ നാളുകളിൽ ആവശ്യമായിരിക്കുന്നത് ഒരു ലളിത സുവിശേഷീകരണമാണ്. ലളിതമായിട്ട് നിങ്ങൾ സുവിശേഷീകരിക്കണം. നിങ്ങൾ മറ്റൊരാളെ വിളിച്ചല്ല ഇത് ചെയ്യേണ്ടത്, നിങ്ങൾ സുവിശേഷീകരിക്കണം. കൊച്ചി പട്ടണത്തിൽ എത്ര ആഫ്രിക്കക്കാരും അമേരിക്കക്കാരും വന്ന് പ്രസംഗിക്കുന്നെന്നുള്ളത് നിങ്ങൾ വിട്, അവർ വന്നേച്ച് അവർ പൊക്കോട്ടെ. അതിനേക്കാൾ കൂടുതൽ അവിശ്വാസികളെ നിങ്ങൾക്ക് ഒരാഴ്ചയിൽ നേടാൻ കർത്താവ് സഹായിക്കും. ഒരു ക്രൂസൈഡിൽ രക്ഷിക്കപ്പെടുന്നവരെക്കാൾ കൂടുതൽ ആളുകളെ നിങ്ങളുടെ അയൽപക്കങ്ങളിൽ നിന്ന് കർത്താവിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. കാരണം ഒരിക്കലൂടെ ഉറപ്പിച്ച് തന്നെ ഞാൻ പറയാം, the future of evangelism is not in the hands of the clergy. The future of evangelism is in the hands of you and me, like the laity. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളുടെ കയ്യിലാണ് കർത്താവ് സുവിശേഷം പരമേൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സിമ്പിൾ ഗാസ്പൽ ഇൻ എ സിമ്പിൾ വേ, ലളിതമായ സുവിശേഷം അറിയിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. അതിനുവേണ്ടി വലിയ വലിയ പരിപാടികളൊക്കെ നിർത്തുക. ലളിതമായ സുവിശേഷീകരണം അത് നടത്തുന്നവർ നടത്തിക്കോട്ടെ, അത് വേറൊരു കാര്യം, അത് വേറൊരു നിലയിൽ. അതുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടാകുന്നില്ലെന്ന് കാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ എത്രയോ ക്രൂസൈഡ് നടത്തി, എത്രയോ ക്രൂസൈഡുകൾക്ക് എത്ര കോടികൾ ആളുകൾ സ്പെൻഡ് ചെയ്തു. വരുന്നവരിൽ അക്രൈസ്തവരായ ആളുകളുടെ അംഗസംഖ്യ എത്ര ഉണ്ടെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ അയൽവക്കത്ത് അതിനേക്കാളും കൂടുതൽ അക്രൈസ്തവരില്ലേ?
Why can't you just go to them and preach gospel in a very simple way? Very simple way. ഈ പകിട്ട് കാണിച്ച് കാര്യങ്ങൾ നടത്തുന്നതിനകത്തല്ല കാര്യം. നമ്മുടെ കയ്യിലൊരു മെസ്സേജ് ഉണ്ടല്ലോ. മിക്കപ്പോഴും ഈ ക്രൂസൈഡിൽ ഈ നിരപ്പിന്റെ ശുശ്രൂഷയുടെ നിരപ്പിന്റെ വചനം എത്ര ക്രൂസൈഡിൽ കേൾക്കുന്നുണ്ട് നിങ്ങൾ ക്രൂസൈഡും ടെലിവിഷനും ഒക്കെ. നിങ്ങൾ ഈ ടെലിവിഷൻ സുവിശേഷീകരണത്തെ കുറിച്ച് ഇത്ര വലിയ കാര്യമായിട്ട് പറയുന്നു. ഒന്നാമത്തെ കാര്യം, എത്ര അക്രൈസ്തവർ ഈ ടെലിവിഷൻ ചാനലുകൾ കാണുന്നുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. കാണുന്നവരിലും നല്ലൊരു ശതമാനം ആളുകളും ആര് തന്നെയാണ്? വിശ്വാസികളായ ആളുകളാണ്. വിശ്വാസികൾക്ക് വേണ്ടി ടെലിവിഷൻ പ്രോഗ്രാം നടത്തിയാൽ ഒരു കുഴപ്പമില്ല. കാര്യം വിശ്വാസികൾ കുത്തിപ്പിടിച്ചിരുന്ന് കാണുകയും ചെയ്യും. അത് ഒത്തിരി അനുഗ്രഹം ഉണ്ടാകുന്നുണ്ട്. ടെലിവിഷൻ പ്രോഗ്രാം ഞാനും പ്രസംഗിക്കുന്നുണ്ട് ടെലിവിഷൻ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ടെലിവിഷൻ പ്രോഗ്രാം, ക്രിസ്ത്യൻ ചാനൽസ്, ഇതൊക്കെ ഒരു പ്രശ്നമില്ല, അത് ഒത്തിരി നടക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ വരത്തില്ലെന്നല്ല ഞാൻ പറയുന്നത്. ഞാനതിനെ കണ്ടം ചെയ്യല്ല, നാളെ ഇതെല്ലാം കൂടെ ക്ലോസ് ഡൗൺ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എഫർട്ട് എല്ലാം കൂടെ ആലോചിച്ച് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ ആളുകളെ ഈ വലിയ സെലിബ്രിറ്റീസ് എത്ര അക്രൈസ്തവരോട് സംസാരിക്കുന്നു, അതിനേക്കാൾ കൂടുതൽ ആളുകളോട് സംസാരിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കും ഈ ദിവസങ്ങളിൽ. കാര്യം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത്. ദൈവം അവനാൽ വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരും അവന്റെ സാക്ഷികളാകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. My everything, He is my all. He is my everything, both great and small. He gave His love for me, made everything new. He is my everything. Now how about you? Like honey in the road, sweet honey in the road. Jesus tastes like honey in the road. Oh, taste and see that, for the Lord is good, for His takes like honey in the road, like honey in the road, sweet honey in the road. Jesus takes like honey in the road. Oh, taste and see that, for the Lord is good, for His takes like honey in the road. എല്ലാം യേശുതാൻ, എല്ലാം അവൻ താൻ, ചെറുതേലും വലുതിലും